എന്താണ് സമത്വം? ഇക്വാളിറ്റി, സമത്വം. എന്താണ് സമത്വം? സമത്വം എന്നാൽ എന്ത്? അതാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും അതനുസരിച്ച് എല്ലാ മനുഷ്യർക്കും തുല്യ പദവിയും പരിഗണനയും അർഹിക്കുന്നുണ്ടെന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വംശത്തിൻ്റെയോ ജോലിയുടെയോ ദേശീയതയുടെയോ ഇവയൊന്നും പരിഗണിക്കാതെ എല്ലാ മനുഷ്യർക്കും തുല്യമായ മൂല്യവും തുല്യമായ ആത്മാഭിമാനവും ഉണ്ടെന്നുമുള്ള ആശയമാണ് സമത്വം എന്ന് പറയുന്നത്. സമത്വം എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നല്ല അർത്ഥം. എല്ലാ മനുഷ്യരും ഒരുപോലെ എന്ന അർത്ഥമല്ല സമത്വം എന്ന് പറയുന്നത്. മനുഷ്യർ ഒരുപോലെയല്ലല്ലോ. വ്യത്യസ്തരായ മനുഷ്യർ അവരുടെ നിറത്തിൽ, അവരുടെ ആകാരഭംഗിയിൽ, അവരുടെ ശാരീരിക പ്രകൃതിയിലെല്ലാം വ്യത്യസ്തരായ മനുഷ്യരാണെങ്കിലും അവരുടെ എല്ലാ മനുഷ്യർക്കും തുല്യമായ ആത്മാഭിമാനമുണ്ടെന്നും തുല്യമായ മൂല്യമുണ്ടെന്നുമുള്ള ആശയമാണ് സമത്വം എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയവും ധാർമ്മികവുമായ ആശയമാണ് സമത്വം എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് 3 ഡയമെൻഷൻ ഓഫ് ഇക്വാളിറ്റി. സമത്വത്തിൻ്റെ 3 തലങ്ങളാണ്. 3 തലങ്ങൾ, സമത്വത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ചാണ്. ഒന്ന് രാഷ്ട്രീയ സമത്വം, മറ്റൊന്ന് സാമ്പത്തിക സമത്വം, മറ്റൊന്ന് സാമൂഹിക സമത്വം. പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, എക്കണോമിക്കൽ ഇക്വാളിറ്റി, സോഷ്യൽ ഇക്വാളിറ്റി. ആദ്യം നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റിക്കൽ ഇക്വാളിറ്റി, രാഷ്ട്രീയ സമത്വം എന്നതാണ്. രാഷ്ട്രീയ സമത്വം എന്ന് പറയുന്നത് രാഷ്ട്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ അനുവദിക്കലാണ് രാഷ്ട്രീയ സമത്വം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ അനുവദിക്കലാണ്, രാഷ്ട്രീയ അവകാശങ്ങൾ ഉണ്ടാവലിനെയാണ് രാഷ്ട്രീയ സമത്വം എന്ന് പറയുന്നത്. അത് തുല്യമായിരിക്കണം. ആർക്കെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ പ്രത്യേകം പരിഗണനയില്ലാതെ അവിടെയുള്ള എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങൾ തുല്യമായിരിക്കുക എന്നതാണ് രാഷ്ട്രീയ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം, 1 man 1 value 1 vote. ഒരു മനുഷ്യൻ, അവനൊരു മൂല്യം, അവനൊരു വോട്ട്. ഒരു മനുഷ്യന്, എല്ലാ മനുഷ്യനും ഒരു വോട്ടാണുള്ളത്. ഏതെങ്കിലും ആൾക്ക് 2 വോട്ടില്ല. ഒരു മനുഷ്യന് ഒരു മൂല്യമാണുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു വോട്ടാണുള്ളത്. വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എല്ലാ മനുഷ്യരെയും വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഇത് നിങ്ങൾ കാണാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? എല്ലാ മനുഷ്യർക്കും, ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും അവിടെ ഒരു വോട്ടാണുള്ളത്. കാരണം എല്ലാ മനുഷ്യരും സമന്മാരാണ്. 1 man 1 value 1 vote എന്നതാണ്. മറ്റൊന്ന്, മനുഷ്യർക്ക് ഏത് പാർട്ടിയിൽ ചേരാനും ആ പാർട്ടിയിൽ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ ചേരാനും അതിൽ പ്രവർത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഒക്കെയുള്ള അവകാശം തുല്യമായിട്ടുണ്ട്. അത് ആർക്കും തടയാൻ പറ്റില്ല. മറ്റൊന്ന്, ഏതു മനുഷ്യനും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. സമമായിട്ടായിരിക്കുന്നു അവകാശം. ഇന്ത്യയിലെ പ്രസിഡന്റ് മുതൽ ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള വാർഡ് മെമ്പർ വരെയുള്ള എല്ലാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ പൗരന് എല്ലാവർക്കും മത്സരിക്കാൻ, ഒരു പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ജോലിയുടെയോ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തടയാൻ സാധ്യമല്ല. എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടാണ് ആ അവകാശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, സർക്കാർ സ്ഥാനങ്ങൾ, തൊഴിലുകളൊക്കെ നേടാനുള്ള അവസരങ്ങൾ സമമായിരിക്കും. എല്ലാ മനുഷ്യർക്കും ആ രാജ്യത്തെ
സർക്കാർ തൊഴിലുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള അവകാശം തുല്യമായിരിക്കും. മറ്റൊന്ന്, ഗവൺമെൻറ്റിനെ, സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ആർക്കെങ്കിലും മാത്രം വിമർശിക്കാനും ആർക്കെങ്കിലും മാത്രം വിമർശിക്കാതിരിക്കാനുമുള്ള അവകാശമല്ല, എല്ലാ മനുഷ്യർക്കും തുല്യമായി അവിടെയുള്ള സർക്കാരുകളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെയാണ് രാഷ്ട്രീയ അവകാശത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ സമത്വത്തിൻ്റെ ഭാഗമായി വരുന്നത്. അടുത്തത് സാമ്പത്തിക സമത്വം. രണ്ടാമത്തത് സാമ്പത്തിക സമത്വം. രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുക എന്നതാണ് സാമ്പത്തിക സമത്വം എന്ന് പറയുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്ത് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പട്ടിണിയും എന്നിവ ഇല്ലാതാക്കി അവിടെയുള്ള പൗരന്മാർക്കിടയിൽ സമത്വം ഉണ്ടാക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്തേണ്ടത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമേ അവിടെ സാമ്പത്തിക സമത്വം ഉണ്ടാവൂ. മറ്റൊന്ന്, എല്ലാവർക്കും സ്വത്തിനുള്ള അവകാശം തുല്യമായിരിക്കും. ഇന്നയാൾക്ക് മാത്രമേ കൂടുതൽ സ്വത്ത് ഉണ്ടാക്കാൻ പറ്റൂ, ഇന്നയാൾക്ക് പറ്റില്ല എന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും തുല്യമായി സ്വത്ത് ഉണ്ടാക്കാനുള്ള അവകാശം ആ രാജ്യം നൽകണം. എങ്കിൽ മാത്രമേ സാമ്പത്തിക സമത്വം അവിടെ ഉണ്ടാവും. ചിലരിൽ മാത്രം സ്വത്ത് കേന്ദ്രീകരിക്കുന്നത് ആ രാജ്യത്ത് അസമത്വം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഉള്ളവൻ കൂടുതൽ ഉണ്ടാവുകയും ഇല്ലാത്തവൻ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നതോടെ ആ രാജ്യത്ത് സാമ്പത്തിക അസമത്വം ഉണ്ടാവും. അത് ഇല്ലാതെ കുറച്ചാളുകളിൽ മാത്രം സ്വത്ത് കേന്ദ്രീകരിക്കാതിരിക്കാൻ അവിടെയുള്ള ഗവൺമെൻറ്, ആ രാജ്യം, ആ സ്റ്റേറ്റ് ഇടപെടേണ്ടതാണ്. അതേപോലെ എല്ലാവർക്കും തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ, അവകാശങ്ങൾ ആ രാജ്യത്തുണ്ട്. എങ്കിൽ മാത്രമേ സാമ്പത്തിക അസമത്വം ഇല്ലാതിരിക്കുകയുള്ളൂ. മറ്റൊന്ന്, തുല്യ ജോലിക്ക് തുല്യ വേതനം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീകൾ ജോലിയെടുക്കുന്ന ജോലി പുരുഷന്മാരെടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ കൊടുക്കുകയും സ്ത്രീകൾക്ക് കുറഞ്ഞ ശമ്പളവും കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പലതും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അസമത്വമാണ്. അത്തരം അസമത്വങ്ങളെ ഗവൺമെൻറ്, ഭരണകൂടം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കണം. ഇങ്ങനെ എല്ലാ തൊഴിലെടുക്കുന്നവർക്കും ആ തൊഴിലിനനുസരിച്ചുള്ള വേതനം നൽകാൻ അവിടെയുള്ള ഗവൺമെൻറ്റുകൾ ശ്രമിക്കണം. ഇങ്ങനെയാണ് സാമ്പത്തിക സമത്വം ഉണ്ടാക്കുന്നത്. മറ്റൊന്ന്, സാമൂഹിക സമത്വം. രാഷ്ട്രീയ സമത്വവും സാമ്പത്തിക സമത്വവും ഉണ്ടാകുമ്പോഴേ ആ രാജ്യത്ത് സാമൂഹിക സമത്വം ഉണ്ടാവുകയുള്ളൂ. സാമൂഹിക സമത്വം എന്ന് പറയുന്നത് സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ പദവി ലഭിക്കുന്ന അവസ്ഥയാണ് സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. ജാതി, മതം, വർഗം, വംശം, നിറം, സ്വത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരോടും വിവേചനങ്ങളില്ലാത്ത ഒരു സാമൂഹ്യ അവസ്ഥയെയാണ് സാമൂഹിക സമത്വം എന്ന് പറയുന്നത്. ഇതാണ് ത്രീ ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി എന്ന് പറയുന്ന ഭാഗം. ഇനി പൊളിറ്റിക്കൽ സയൻസിൽ മറ്റൊരു ഭാഗം പഠിക്കാനുള്ളത് സമത്വം വളർത്തിയെടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ്. ഇതും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. സമത്വം വളർത്തിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം? 3 മാർഗമാണ്. സമത്വം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി പ്രധാനമായും 3 മാർഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഔപചാരിക സമത്വം, എക്സ്റ്റാബ്ലിഷിംഗ് ഫോർമൽ ഇക്വാളിറ്റി. മറ്റൊന്ന്, വ്യത്യസ്തമായ പരിഗണന ഉണ്ടാക്കുക, ഇക്വാളിറ്റി ത്രൂ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ്. മറ്റൊന്ന്, അനുകൂലാത്മക നടപടികൾ, അഫർമേറ്റീവ് ആക്ഷൻ. ഇങ്ങനെ 3 മാർഗങ്ങളിലൂടെയാണ് ആ രാജ്യത്ത്, ഏതൊരു സമൂഹത്തിലും സമത്വം വളർത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ഔപചാരിക സമത്വം സ്ഥാപിക്കുക എന്നതാണ്. എസ്റ്റാബ്ലിഷിംഗ് ഫോർമൽ ഇക്വാളിറ്റി. ഔദ്യോഗികമായി അഥവാ നിയമം മൂലം എല്ലാ അസമത്വങ്ങളും ഇല്ലാതാക്കുക എന്നതാണ് ഇതിനർത്ഥം.
ഔപചാരിക സമത്വം എന്നതിനർത്ഥം ഔദ്യോഗികമായി എല്ലാ അസമത്വങ്ങളും ഇല്ലാതാക്കുക എന്നതാണ്. ഒട്ടുമിക്ക ആധുനിക രാജ്യങ്ങളിലും സമത്വം എന്ന ആശയം ഔപചാരികമായി തന്നെ അവരുടെ ഭരണഘടനയിൽ അംഗീകരിച്ചിരിക്കുന്നു. ജാതി, വർഗം, മതം, ലിംഗം, ജന്മസ്ഥലം, ജോലി തുടങ്ങിയവയുടെ പേരിലുള്ള എല്ലാ വിവേചനങ്ങളും നിയമപരമായിട്ട് തന്നെ എല്ലാ രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യ രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. അത് ഔപചാരിക സമത്വം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന്, രണ്ടാമത്തത് വ്യത്യസ്തമായ പരിഗണനയിലൂടെയുള്ള സമത്വം സ്ഥാപിക്കലാണ്. വ്യത്യസ്തമായ പരിഗണന നൽകിക്കൊണ്ടുള്ള സമത്വം സ്ഥാപിക്കലാണ്. അത് ഈക്വാളിറ്റി ത്രൂ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് തുല്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ചില സാഹചര്യങ്ങളിൽ വ്യത്യസ്ത പരിഗണന നൽകേണ്ടതുണ്ട്. അസമന്മാരായ മനുഷ്യർ സമൂഹത്തിലുണ്ടായിരിക്കും. അവർക്ക് അസമമായിട്ട് തന്നെ പരിഗണന, അവർക്കും ഒരുപോലെയല്ല, അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടി വരും. ഉദാഹരണത്തിന് സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നൽകുന്ന പരിഗണന ഇതിൻ്റെ ഭാഗമാണ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകം സംരക്ഷണവും പരിഗണനയും നൽകുന്നതിലൂടെ മാത്രമേ ആ സമൂഹത്തിൽ സമത്വം സാധ്യമാകൂ. ഇതിനെയാണ് വ്യത്യസ്ത പരിഗണന എന്ന പരിഗണനയിലൂടെ ഉള്ള സമത്വമെന്ന് അർത്ഥമാക്കുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞു. സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നമ്മുടെ പലയിടങ്ങളിലും പ്രത്യേകം പരിഗണന നൽകുന്നത് അവർക്ക് പ്രത്യേകം പരിഗണന നൽകിയാൽ മാത്രമേ സമൂഹത്തിൽ സമത്വം സ്ഥാപിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ സമത്വം സ്ഥാപിക്കുന്നതിനുള്ള മാർഗമെന്ന് പറയുന്നത് അനുകൂലാത്മക നടപടികളാണ്. അഫർമേറ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിയമം മുഖേന തന്നെ സമത്വം സ്ഥാപിക്കണമെങ്കിൽ സമൂഹത്തിൽ വേരുറച്ചിട്ടുള്ള അസമത്വം തുടച്ചുമാറ്റാൻ ചില ക്രിയാത്മക നടപടികൾ ആവശ്യമാണ്. ഇവിടെയാണ് അനുകൂലാത്മക നടപടി എടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജാതി വ്യവസ്ഥ ശതാബ്ദങ്ങളോളം വർഷം ലക്ഷക്കണക്കിന് മനുഷ്യരെ വിദ്യാഭ്യാസത്തിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിൽ നിന്നും ദീർഘകാലം പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്നും സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ അവിടെയുള്ള ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് തന്നെ ഇവിടെയുള്ള ഗവൺമെൻറ് സംവിധാനങ്ങൾ പ്രത്യേകം അവരെ പരിഗണിച്ച് പ്രത്യേക അഫർമേറ്റീവ് ആക്ഷൻ നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവരുടെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ സമത്വം ഉണ്ടാവുകയുള്ളൂ. പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകുന്ന സംവരണം, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, തൊഴിലുകളിലും വിദ്യാഭ്യാസത്തിലും നൽകുന്ന പ്രത്യേക സംവരണം എന്നിവയെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? അഫർമേറ്റീവ് ആക്ഷൻ്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമേ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക സംവരണം കൊടുത്താൽ മാത്രമേ ഈ അസമന്മാരായി പിന്നോട്ട് നിൽക്കപ്പെട്ട മനുഷ്യരെ സമൂഹത്തിൻ്റെ മേൽത്തട്ടിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ആ സമൂഹത്തിൽ, ആ രാജ്യത്ത് സമത്വമുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ രാജ്യത്ത് സമത്വമുണ്ടാക്കേണ്ട കാര്യങ്ങളെന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട് ഇത് പഠിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഭാഗമാണ്.